This call is now being recorded. ഇത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതുപോലെ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. Okay. So last class we discussed about double dual. Double dual എന്ന സ്പേസിനെ പറ്റി ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കാരണം? അതായത് ഏതൊരു ബേസിസ് നമ്മൾ വി സ്റ്റാറിൻ്റെ എടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും വിയിലുള്ള ഒരു പർട്ടിക്കുലർ ബേസിസിൻ്റെ ഡ്യുവലായിരിക്കുമോ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതിന് ആൻസർ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇന്നത്തെ ഒരു ഡബിൾ ഡ്യുവൽ സ്പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ചെയ്തത് എന്താ വെച്ചാൽ ആ രണ്ട് സ്പേസ്, അതായത് വിയും വി സ്റ്റാർ സ്റ്റാറും ഐസമോർഫിക് ആണെന്ന് കാണിച്ചു. അണ്ടർ വൺ ഐസമോർഫിസം ഫൈ എന്തായിരുന്നു ഫൈ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഫൈ ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ ആയിരിക്കും. അതായത് ഇവിടെ ഉള്ളൊരു വെക്ടർ ആൽഫ എന്നൊരു വെക്ടറിനെ മാപ്പ് ചെയ്യുന്നത് ഇവിടെയുള്ള വേറൊരു വെക്ടറാണ്. ആ വെക്ടർ ഒരു ഫംഗ്ഷനിലാണ്, ലിനിയർ ഫംഗ്ഷനിലാണ്. അപ്പം ഈ വെക്ടർ എൽ ആൽഫ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എൽ ആൽഫ എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ആൽഫയാണ്. ആ രീതിയിലാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ നമുക്ക് ഇന്ന് ആ റിസൾട്ട് നോക്കാം. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് ആ റിസൾട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. വേറെ എന്തെങ്കിലും വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടോ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ? ഫാനിന്റെ സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ. സോ ഈ റിസൾട്ട് ശരിക്കും നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത റിസൾട്ടിൻ്റെ ഒരു കൊറോളറിയാണ്. സോ ഐ ജസ്റ്റ് റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ വി ഒരു 5 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് ഓവർ ഫീൽഡ്. ദെൻ ഈച്ച് ബേസിസ് വി സ്റ്റാർ ഫോർ വി സ്റ്റാർ ഇസ് എ ഡ്യുവൽ ഓഫ് സം ബേസിസ് ഓഫ് വി. അതായത് വി സ്റ്റാറിലുള്ള ഏത് ബേസിസും വിയിലുള്ള ബേസിസിന്റെ ഡ്യുവൽ ആയിരിക്കും എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ നമുക്കൊരു ബേസ് എടുക്കാം വി സ്റ്റാറിന്റെ. ലെറ്റ് us take a basis of v star. We'll take it as f1 f2 etc fn. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ബി സ്റ്റാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, f1 f2 etc fn ആണ് നമ്മൾ എടുക്കുന്ന ബേസിസ്. വി സ്റ്റാറിന്റെ ഡിനോട്ട് ചെയ്യുന്നത് ബി സ്റ്റാർ എന്നാണ്. സോ ഞാൻ എഴുതിയിട്ടുണ്ട് ബൈ തിയറം 15 there is a basis L1 L2 etc Ln for v star star such that Li of fj is equal to delta ij. നമ്മളൊരു റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിയറം 15 ഇൻ ദിസ് ചാപ്റ്റർ. അതായത് തിയറം സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. അതായത് സ്റ്റേറ്റ്മെന്റ് ഇതായിരുന്നു. സോ ലെറ്റ് V is a finite dimensional vector space over F, and beta നമ്മളൊരു ബേസ് എടുക്കുകയാണ്. ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. വി എ ബേസിസ് ഫോർ വി എടുത്താൽ there exists a unique dual basis. There exists a unique dual basis beta star defined by f1 f2 etc fn such that fi of alpha j will be equal to delta ij. ഇതായിരുന്നു. ഇതിന് ബാക്കിയും കൂടി ഉണ്ട്. ബാക്കി വെച്ചാൽ ഫോർ ഈച്ച് ലീനിയർ ഫംഗ്ഷൻ എഫ് ഓൺ വി ഹാവ് എഫ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ 1 to n f of alpha into fi എന്നും അതുപോലെ ഈച്ച് ആൽഫനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് തിയറം 15 ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറം 15 ആണ്. ആ റിസൾട്ട് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം റിസൾട്ട് ഉപയോഗിക്കാൻ പോവാണ്. സോ ഇവിടെ നിങ്ങൾ കാണേണ്ട ഇത്രയേ ഉള്ളൂ. ആ സെയിം റിസൾട്ടിൽ വിനെ നിങ്ങൾ വി സ്റ്റാർ ആയിട്ട് കാണാം. ഓക്കെ, അപ്പം ലെറ്റ് വി സ്റ്റാർ ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ്. ശരിയാണ്. ആൻഡ് വി ഡിഫൈൻ എ ബേസിസ് ബീറ്റ ടു ബി
instead of alpha 1 we are taking f1 f2 etc fn. ഇങ്ങനെ ഒരു ബേസിസ് നിങ്ങൾ വി സ്റ്റാറിന്റെ എടുക്കുകയാണെങ്കിൽ അതേ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പറയാം there is a unique dual basis for this basis. ഈ ബേസിസിന് ഒരു യുണീക്ക് ഡുവൽ ബേസിസ് ഉണ്ടാവും. അപ്പം അതിന് നമ്മൾ ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് L1 L2 എക്സെട്ര Ln എന്നാണ്. ഓക്കെ, സെയിം തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതാണത്. ഇവിടെ എൻറ്റിറ്റീസ് മാറുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, ഇവിടെ എൻറ്റിറ്റീസ് മാറുന്നുണ്ടെന്ന് മാത്രം. ഇത് നമ്മൾ എടുക്കുന്ന ശരിക്കും ബേസിസ് ഫോർ വി സ്റ്റാർ സ്റ്റാർ ആണ്. ഓക്കെ, സോ ബേസിസ് ഫോർ വി സ്റ്റാർ സ്റ്റാർ. സോ ദിസ് ഇസ് ബേസിക്കലി നമ്മൾ ഇതിങ്ങനെ ബി സ്റ്റാർ ഡിനോട്ട് ചെയ്യൽ. ഇത് നമ്മൾ വേണമെങ്കിൽ ബി സ്റ്റാർ സ്റ്റാർ ഡിനോട്ട് ചെയ്യാം. സച്ച് ദാറ്റ് ഈ കണ്ടീഷൻ കൂടെ ഉണ്ട്. അപ്പം Li ഓഫ് ആൽഫ ജെ എന്ന് പറയുമ്പോൾ ഇവിടെ ആൽഫ ജെ മാറി എഫ് ഐസ് ആയി. അപ്പോൾ Li ഓഫ് എഫ് ജെ is equal to Li of fj is equal to delta ij എന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു യുണീക്ക് ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. ഈ റിസൾട്ട് നമ്മൾ ഈ തിയറത്തിൽ നിന്ന് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ അന്ന് പറഞ്ഞ റിസൾട്ടിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വി ഓവർ എഫ് ഒരു വെക്ടർ സ്പേസ് ആണെങ്കിൽ, അതുപോലെ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ഒരു ബേസിസ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഡുവൽ ബേസിസ് ഉണ്ടാവും. ഓക്കെ, ആ ഡുവൽ ബേസിസ് എവിടെ ഉണ്ടാവുക? ഈ വിന്റെ വി സ്റ്റാറിലുണ്ടാവുക, അതായത് LVF-ലുണ്ടാവുക. സെറ്റ് ഓഫ് ലീനിയർ ഫംഗ്ഷൻസ് ഫ്രം വി ടു എഫിലാണ് ഈ ഡുവൽ ബേസിസ് ഉണ്ടാവുക. ആ ഡുവൽ ബേസിസ് നമ്മൾ എടുക്കുന്നത് F1 F2 എക്സെട്ര Fn ആണ്, വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് Fi ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ. അതേ സ്ഥാനത്ത് നമ്മൾ അതേ റിസൾട്ട് ഉപയോഗിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി ഓർ എഫ് എന്നല്ല, വി ആർ സ്റ്റാർട്ടിങ് ഫ്രം LV സ്റ്റാർ എഫ്, സോറി LVF എന്ന് പറഞ്ഞാൽ വി സ്റ്റാർ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വി സ്റ്റാർ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വി സ്റ്റാർ ഓവർ എഫ് എന്ന് എഴുതാം ഇവിടെ എഴുതിയതിന് പകരം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വെക്ടർ സ്പേസ് നമ്മൾ എടുക്കുകയാണ് വിത്ത് ബേസിസ് F1 F2 എക്സെട്ര Fn ആണെങ്കിൽ, ഈ വെക്ടർ സ്പേസിന് ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിനൊരു ഡുവൽ ബേസിസ് ഉണ്ടാവും. എവിടെ? വി സ്റ്റാർ സ്റ്റാറിൽ ഡുവൽ ബേസിസ് ഉണ്ടാവും. അതായത് ഇവിടെ എന്താണോ സ്പേസ് അതിന്റെ സ്റ്റാർ എടുക്കുക, ആ സ്പേസിലാണ് ഡുവൽ ബേസ് വരിക. ഇവിടെ ഇവിടുത്തെ സ്പേസ് പറഞ്ഞാൽ വി സ്റ്റാർ ആണ്. അപ്പൊ അതിന്റെ സ്റ്റാർ, വി സ്റ്റാർ എന്ന സ്പേസിന്റെ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഡബിൾ ഡുവൽ സ്പേസ് ആയി. അപ്പൊ ഡുവൽ സ്പേസ്, സോറി, there exists a dual basis in this space and we are denoting it as say L1 L2 etc Ln, such that ഇതേ കണ്ടീഷൻ ഇവിടെ Fi ക്ക് പകരം Li ആണ്. അപ്പം Li ഓഫ് ആൽഫ ജെ, ഇവിടെ ആൽഫ ജെ പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ സെറ്റിന്റെ ആദ്യത്തെ വെക്ടർ സ്പേസിന്റെ ബേസ് ആയിരുന്നു. ഇവിടുത്തെ ആദ്യത്തെ വെക്ടർ സ്പേസിന്റെ ബേസ് പറഞ്ഞാൽ Fis ആണ്. അപ്പൊ Li ഓഫ് എഫ് ജെ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ തിയറം ഉപയോഗിച്ചു. തിയറം 15 ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? തിയറം 15 ഉപയോഗിച്ച് നമുക്ക് പറയാം, ഇത് പറയാം. അതായത് ബീറ്റ ഈക്വൽ ടു F1 F2 എക്സെട്ര Fn is a basis of V star ആണെങ്കിൽ, by that particular theorem we can say that there is a basis L1 L2 എക്സെട്ര Ln for V star star such that Li of Fj is equal to delta H. ഇത് പോസിബിൾ ആണ്. ഇങ്ങനത്തെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പാണ് ആ തിയറം ഉപയോഗിച്ച്. ഓക്കെ, ക്ലിയർ അല്ലേ? മനസ്സിലായി സർ. ഇനി ഈച്ച് നമ്മൾ പ്രീവിയസ് പറഞ്ഞ കൊറോളറി യൂസ് ചെയ്യാൻ പോവാണ് ഇനി. ഓക്കെ, നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ കൊറോളറി എന്തായിരുന്നു? ഇതായിരുന്നു ആ കൊറോളറി. സോ വി ആർ സെല്ലിംഗ് ദാറ്റ് the corollary as let V is a finite dimensional vector space over F, and if L is a linear functional on the dual space V star over V, then there exists a unique vector alpha in V such that L of F is equal to F of alpha for all F in V star. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വി സ്റ്റാർ എന്നാണ്. നമ്മൾ കാര്യം പറഞ്ഞു തുടങ്ങുന്നത് വി സ്റ്റാർ സ്റ്റാർ എന്നാണ്. വി സ്റ്റാർ സ്റ്റാറിൽ ഒരു എൽ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ആൽഫ എവിടെ ഉണ്ടാവും? വിയിലുണ്ടാവും. സച്ച് ദാറ്റ് എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ആയിരിക്കും ഫോർ ഓൾ എഫ് ഇൻ വി സ്റ്റാർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിയും വി സ്റ്റാർ സ്റ്റാർ തമ്മിലൊരു ഐസോമോർഫിസം ഉണ്ട്. ഏതൊരു ആൽഫ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ ആൽഫ ഇവിടെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ ഫൈ നമ്മൾ ഇന്നത്തെ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫൈ ഓൺ ടു അതിനെക്കൊണ്ട് ഏതൊരു എൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ ഇവിടെ കാണും. ഓക്കെ, പക്ഷെ ഇത് 1 അതിനെക്കൊണ്ട് നമുക്കറിയാം ഈ ആൽഫന്റെ ഇമേജ് പറഞ്ഞാൽ എൽ ആൽഫ ആയിരിക്കും.
ഓക്കെ, ഏതൊരു എൽ എടുത്താലും അതിന് പ്രീ ഇമേജ് ഉണ്ടാവും, കാരണം 5 on 2 ആണ്. നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്ത ഐസോമോർഫിസം 5 on 2 അതിനെക്കൊണ്ട് ഏതൊരു എൽ നിങ്ങൾ ഇവിടെ എടുക്കുകയാണെങ്കിലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടാവും, ആൽഫ ഉണ്ടാവും. പക്ഷെ നമുക്ക് 5 1 1 ആണെന്ന് അറിയാം. അപ്പം ഏത് ആൽഫ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വരുന്ന എലിമെന്റ് പറഞ്ഞാൽ എൽ ആൽഫ തന്നെയായിരിക്കും, ഉറപ്പാണ്. അതാണ് ഐസോമോർഫിസം. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു എൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ എൽ വേറെ ആരുമല്ല, എൽ ആൽഫയാണ്. അതാണ് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഇന്നലെ നമ്മൾ പ്രൂവ് ചെയ്ത് അതാണ്. സോ ആ കൊറോളറി നമ്മൾ ഉപയോഗിക്കാൻ പോകാം. സോ വിൽ യൂസ് ദിസ് കൊറോളറി. സോ സോ ബൈ പ്രീവിയസ് കൊറോളറി ഏതൊരു എൽ ഇപ്പൊ നമ്മളൊരു ബേസിസ് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ വി സ്റ്റാർ സ്റ്റാറിൽ നമ്മളൊരു ബേസിസ് ഇപ്പൊ പറഞ്ഞു, ഒരു തിയറം വെച്ചിട്ട് തിയറം 15 വെച്ചിട്ട് നമ്മളൊരു എക്സിസ്റ്റൻസ് പറഞ്ഞു, L1 L2 എക്സെട്ര Ln എന്നൊരു ബേസിസ് ഉണ്ടാവും പറഞ്ഞു. ഇനി ഇവിടുന്ന് ഏതൊരു ഈ വി സ്റ്റാർ സ്റ്റാർ എന്ന് പറയുന്ന L1 എടുത്താൽ അല്ലെങ്കിൽ ഒരു Li എടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ദർ എക്സിസ്റ്റ് എ യുണീക് ആൽഫ ഐ ഇൻ യുവർ വി. അവരുടെ ആൽഫ ഐ ഉണ്ടാവും സച്ച് ദാറ്റ് എൽ ആൽഫ ഐ എന്ന് പറഞ്ഞാൽ Li ആയിരിക്കും. എൽ ആൽഫ ഐ എന്ന് പറഞ്ഞാൽ Li ആയിരിക്കും അല്ലേ? എൽ ആൽഫ ഐ എന്ന് പറഞ്ഞാൽ Li ആയിട്ടൊരു യുണീക് ആൽഫ ഐ ഉണ്ടാവും. ഓക്കെ, അത് ശരിയാണോ? അത് ശരിയാണോ? നമ്മൾ ജസ്റ്റ് ഇന്നലത്തെ റിസൾട്ട് ഉപയോഗിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞു വി സ്റ്റാർ സ്റ്റാറിലുള്ള വി സ്റ്റാർ സ്റ്റാറിന് ബേസിസ് ഉണ്ടാവുന്നതാണ്, ഡുവൽ ബേസിസ് ഉണ്ടാവും പറഞ്ഞു. ആ ഡുവൽ ബേസിസ് നമ്മൾ L1 L2 എക്സെട്ര Ln എന്ന ഒരു കുറച്ച് ഫംഗ്ഷൻസ് എടുത്തു. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ റിസൾട്ട് വെച്ചിട്ട് ഏതൊരു Li നിങ്ങൾ ഇന്ന് എടുക്കുക, അപ്പോൾ ഏതൊരു L ഇവിടുന്ന് എടുക്കുക അല്ലെങ്കിൽ ഏതൊരു Li ഇവിടുന്ന് എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ഒരു എലിമെന്റ് കാണാൻ പറ്റും വിയിൽ, ആൽഫ. കൊറോളറിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ Li കൊടുക്കുന്നതിനെ കൊണ്ട് ഞാനൊരു ഇവിടെ ഒരു ആൽഫ ഐ കൊടുക്കുന്നുണ്ട്, ഒരു ഒരു കറസ്പോണ്ടൻസ് കാണിക്കാം, അത്രേ ഉള്ളൂ. ഏതൊരു Li ഇവിടെ എടുത്താലും ഒരു ആൽഫ ഐ എക്സിസ്റ്റ് ചെയ്യും, അവിടെ വിയിൽ എക്സിസ്റ്റ് ചെയ്യും. സച്ച് L of alpha is equal to Li from the previous result. നമ്മൾ കഴിഞ്ഞ ഇന്നലെ പ്രൂവ് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ ലാസ്റ്റ് കൊറോളറി എന്നുള്ള ഇംപ്ലിക്കേഷൻ ആണത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ഈ ആൽഫ ഐസിനെ കളക്ട് ചെയ്യാൻ പോകണം. വി കളക്ട് ഓൾ ദീസ് എബോ ആൽഫ ഐസ്. ഓക്കെ, ഇപ്പം L1 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ 1 ഉണ്ടാവും, L2 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ 2 ഉണ്ടാവും, അതുപോലെ Ln കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ n ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് എടുത്തിട്ട് ഞാൻ ഇതിനെ ബീറ്റ എന്ന് പേര് കൊടുക്കാം. ഇപ്പം നമ്മൾ ക്ലെയിം ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്. നമുക്ക് എന്തായിരുന്നു കാണിക്കേണ്ടത്, നമുക്ക് എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? ഈ തിയറത്തിൽ എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത് പറയൂ? എന്തായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? നമ്മൾ ഏതൊരു വി സ്റ്റാറിന്റെ ഏതൊരു ബേസിസ് എടുത്താലും അത് വിയിലുള്ള ഏതോ ഒരു ബേസിസിന്റെ ഡുവൽ ആയിരിക്കും എന്നല്ല കാണിക്കുന്നത്. പറഞ്ഞോ, ആണ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതല്ലേ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ഈ തിയറം? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത തിയറം എങ്ങനെയാണ്? വി സ്റ്റാർട്ടഡ് വിത്ത് ലൈക്ക് ലെറ്റ് F1 F2 എക്സെട്ര Fn be a basis of V star. വി സ്റ്റാർ നമ്മൾ ഒരു ബേസിസ് എടുത്തു. ഇനി നമ്മൾ കാണിക്കേണ്ടത് ഈ ബേസിസ് വിയിലുള്ള ഏതോ ബേസിസിന്റെ ഡുവലാണെന്നാണ് കാണിക്കേണ്ടത് അല്ലേ? ആ ഏതോ ബേസിസ് ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ കൺസ്ട്രക്ട് ചെയ്തെടുത്ത ഈ ആൽഫ ഐസ്. എന്റെ ക്ലെയിം ഇതാണ്, നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഇവരാണ് ആ ടീം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇവരാണ് മീൻസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ബീറ്റ അവർ ബീറ്റ സ്റ്റാർ ഈസ് എ ഡുവൽ ബേസിസ് ഫോർ ബി. അതാണ് നമ്മൾ ഇനി ക്ലെയിം, നമ്മളതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എക്സിസ്റ്റൻസ് നമുക്ക് കിട്ടി, ഇവരുടെ എക്സിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇവർ ബേസ് ആണെന്ന് കാണിക്കണം. ഒബ്വിയസ്ലി ഇത് ബേസ് ആണെന്ന് കാണിക്കണം, ഇത് ഡുവൽ ബേസ് ഓഫ് ബി എന്ന് കാണിച്ചാൽ നമ്മൾ റിസൾട്ട് പ്രൂവ് ആയി. ശരിയല്ലേ? ബീറ്റ ബേസിസ് ആണെന്ന് കാണിക്കണം ഫോർ ബി, അതുപോലെ ബീറ്റ സ്റ്റാർ ഡുവൽ ഓഫ് ബി എന്ന് കാണിച്ചാൽ നമ്മൾ റിസൾട്ട് കംപ്ലീറ്റ് ആയി. ഇതല്ലേ? നമുക്കൊരു കാര്യം അറിയാം, ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും സെയിം ആണ്. ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് വി സ്റ്റാറും സെയിം ആണ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഇനഫ് ടു ഷോ ദാറ്റ് ബീറ്റ ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഇൻ വി അല്ലേ? അതായത് വിന്റെയും വി സ്റ്റാറിന്റെയും ഡയമെൻഷൻ സെയിം ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇത് ഒരു n നമ്പർ ഓഫ് എലിമെന്റ്സ് ഉള്ള ഒരു സെറ്റാണ് വിയിലുള്ള. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിച്ചാൽ നമുക്കറിയാം n ഡയമെൻഷൻ സ്പേസിലുള്ള ഒരു n എലിമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻസ് എടുത്തത് ബേസിസ് ആവും.
അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇത്രയും കാണിച്ചാൽ മതി, ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, സോ yeah, so it is enough to show that beta is a linearly independent set in V. So dimension of V is equal to dimension of V star നമുക്കറിയാം. അപ്പോൾ linearly independence എങ്ങനെ കാണിക്കുന്നത് നമ്മൾ? We'll take a linear combination of vectors alpha 1, alpha 2, etc. alpha n and equal to 0, and we'll show that these CIs are, ഈ CIs എല്ലാം zeros ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ linear independence കാണിക്കുക. Okay, so let's C1 alpha 1 etc. plus Cn alpha n is equal to 0 എടുക്കാം. എന്നിട്ട് we'll show that this CIs are equal to 0. Okay, so let us take this, a combination നമ്മൾ എടുത്തു, C1 alpha 1 etc. plus Cn alpha n equal to 0 എന്ന് എടുത്തു. ഇനി ഞാൻ I'm applying f on this. ഇതൊരു വെക്ടർ ആണല്ലോ, ഇതൊരു വെക്ടർ ആണല്ലോ. I can apply f on both sides. F is actually linear function in V star. V സ്റ്റാറിലുള്ള ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു എഫ് എടുക്കുന്നത്, ഒരു പെർട്ടിക്കുലർ എഫ് എന്ന് പറയുന്നില്ല, ഏതോ ഒരു എഫ് എടുക്കണം. സം എഫ് എടുത്തു V സ്റ്റാർ എന്ന്. എന്നിട്ട് ഞാൻ എഫ് ഓഫ് ഈ വെക്ടർ കണ്ടു, എഫ് ഓഫ് ദിസ് വെക്ടർ ഞാൻ കണ്ടു. അപ്പൊ എഫ് ഒരു ലീനിയർ ഫംഗ്ഷനിലാണ്, അതുകൊണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷനും ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ C1 ഇൻറ്റു എഫ് ഓഫ് ആൽഫ 1 എക്സെട്ര പ്ലസ് Cn ഇൻറ്റു എഫ് ഓഫ് ആൽഫ n ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലെ. ഇത് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്ന് വരും. പക്ഷേ എഫ് ലീനിയർ ഫംഗ്ഷനിലാണ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്, അപ്പോൾ എഫ് ഓഫ് 0 എന്തായാലും 0 ആയേ പറ്റും. അപ്പോൾ അത് C1 എഫ് ഓഫ് ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് Cn എഫ് ഓഫ് ആൽഫ n ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ശരിയല്ലേ? From the previous corollary നമുക്ക് എന്ത് കിട്ടും? From the previous corollary we are able to construct an ഏതൊരു ഒരു മിനിറ്റ്, ഏതൊരു എല്ല് നിങ്ങൾ വി സ്റ്റാർ സ്റ്റാറിന് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു എലിമെന്റ് നിങ്ങൾ വി സ്റ്റാർ സ്റ്റാറിന് എടുത്താലും വി ആർ ഏബിൾ ടു ഷോ ദാറ്റ് ദർ ഇസ് എക്സിസ്റ്റ് എ യുണീക് ആൽഫ ഇൻ വി. ഒരു ആൽഫ എന്ന എലിമെന്റ് വിയിലുണ്ട്. ഓക്കെ, സച്ച് ദാറ്റ് and വീലുണ്ട്, and also we are able to show that L is nothing but L alpha. അത് L alpha ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടുണ്ട്. Okay, so with the property that എന്തായിരുന്നു with the property L alpha of f എന്ന് പറഞ്ഞാൽ f alpha ആയിരിക്കും for all f. L alpha of f equal to f alpha for all f, any f ഇത് ട്രൂ ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ റിസൾട്ടിൽ. ഓക്കെ, കഴിഞ്ഞ റിസൾട്ടിൽ. അപ്പോൾ ആ റിസൾട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ L alpha 1 എടുക്കുകയാണെങ്കിൽ, if you take L alpha 1, you know that there exists a unique alpha 1 in V such that L alpha 1 of f will be equal to f of alpha 1. കഴിഞ്ഞ നമ്മൾ പ്രീവിയസ് കൊറോളറി ഉപയോഗിക്കുകയാണെങ്കിൽ L alpha 1 എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആൽഫ 1 ഉണ്ട് വിയിൽ such that L alpha 1 of f will be equal to f of alpha 1. ഓക്കെ, ആൻഡ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ L alpha എന്ന് പറഞ്ഞാൽ Li തന്നെയാണ്, അല്ലെങ്കിൽ Li എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി L alpha 1 itself. So I can say that from the previous corollary f of alpha 1 അല്ലെങ്കിൽ L alpha 1 of f is equal to f of alpha 1, but f of alpha 1 is equal to L1 of f. Okay, using these statements f of alpha എന്ന് പറഞ്ഞാൽ L1 of f ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ വണ്ണിൽ ഫ്രം 1 I can replace f of alpha 1, ഈ f of alpha 1 എനിക്ക് L1 of f റീപ്ലേസ് ചെയ്യാം. അതുപോലെ f of alpha 2 എനിക്ക് L2 of f റീപ്ലേസ് ചെയ്യാം, എക്സെട്ര f of alpha n ആണെങ്കിൽ it will be Ln of f എന്ന് റീപ്ലേസ് ചെയ്യാം. കാരണം they are same. So C1 of, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി മാറും, ഈ സ്റ്റേറ്റ്മെന്റ് 1 എന്തായി മാറും, C1 L1 of f plus C2 L2 of f etc plus Cn Ln of f equal to 0 എന്ന് കിട്ടും. ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്താ കിട്ടിയെന്ന് വെച്ചാൽ C1 L1 of f plus C2 L2 of f etc plus Cn Ln of f is equal to 0 for any arbitrary f. നമ്മൾ എടുത്ത f ആർബിട്രറി ആണ്, ഏത് f നും ഇത് ട്രൂ ആണ്. That means for every f in V star ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് these vectors, അതായത് L1 L2 etc Ln എന്ന് പറഞ്ഞാൽ ആ ഫംഗ്ഷണൽസ് ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണ് for any f in
വി സ്റ്റാർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മൾ വി നോ ദാറ്റ് ടി ആൽഫ ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ആൽഫ ഇൻ വി ആണ് നമ്മൾ ടി ഐഡന്റിക്കലി 0 എന്ന് പറയും, 0 ഫംഗ്ഷൻ എന്ന് പറയും. അതന്നെ അവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ. ഇവിടെ നമ്മൾ C1L1 പ്ലസ് C2L2 പ്ലസ് എക്സെട്ര പ്ലസ് CNLN എന്ന ആ ഫംഗ്ഷൻ, ഇതൊരു ടി ആണ്, ആക്ടിങ് ഓൺ ആൽഫ. ആൽഫ പറഞ്ഞ ഇവിടുത്തെ ആൽഫ പറഞ്ഞ എഫ് ആണ്. നമുക്ക് എന്ത് കിട്ടി? ഈ ഫംഗ്ഷൻ ആക്ടിങ് ഓൺ എഫ് ഈക്വൽ ടു 0 ഫോർ ഓൾ എഫ് ഇൻ വി സ്റ്റാർ എന്ന് കിട്ടി. അതിന് മീനിങ് എന്താ? ഈ ഫംഗ്ഷൻ, ഈ C1L1 പ്ലസ് C2L2 എക്സെട്ര പ്ലസ് CNLN എന്ന ഫംഗ്ഷൻ 0 ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ വാട്ട് വി ഗെറ്റ് ഇസ് C1L1 plus C2L2 etc plus CNLN is equal to 0 for all f in V star. അതിന്റെ മീനിങ് എന്താ? ഇവിടെ നമ്മൾ എഴുതിയ പോലെ തന്നെ ടി ഒരു 0 ഫംഗ്ഷൻ ആകുന്ന പോലെ തന്നെ ഇത് ഈ ഒരു ഫംഗ്ഷൻ അതൊരു 0 ഫംഗ്ഷൻ ആയിരിക്കും, 0 ഫംഗ്ഷനിലായിരിക്കും, അല്ലെങ്കിൽ 0 ഫംഗ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ 0 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, എന്നെല്ലാം പറയാം. സോ ദിസ് ഇസ് ഇൻഡയറക്ട്ലി എ 0 ഫംഗ്ഷൻ. ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, നമ്മൾ എടുത്ത ഈ L1 L2 എക്സെട്ര LN എന്ന് പറഞ്ഞ ശരിക്കും ഒരു ബേസിസ് ആയിരുന്നു വി സ്റ്റാറിന്റെ. അപ്പോൾ ആ ബേസിസ് എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 അസ്യൂം ചെയ്താൽ ഒബ്വിയസ്ലി നമുക്കറിയാം എല്ലാ CIസും ഓട്ടോമാറ്റിക്കലി 0 ആയേ പറ്റും. കാരണം ഇവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, ഈ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ C1L1 പ്ലസ് C2L2 എക്സെട്ര പ്ലസ് CNLN 0 ആണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് ഓഫ് ദ CIs ആർ zeros. സോ വി സ്റ്റാർട്ടഡ് വിത്ത് എൻ ആർഗ്യുമെന്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ ആർഗ്യുമെന്റ് ആയിരുന്നു, അതായത് C1 alpha n C1 alpha 1 etc plus CN alpha n equal to 0 നമ്മൾ assume ചെയ്തു. And in the end we were able to show that each of the CIs are 0. ഇതേ കേസിൽ we are able to show that each of the CIs are zeros. That means that alpha 1 alpha 2 etc alpha n is a linearly independent set in V. V യിലെ linearly independent set ആയിരിക്കും. കാരണം ആ ഡെഫിനിഷൻ C1 alpha 1 etc plus CN alpha n equal to 0 implies that each of the CIs are 0 എന്ന് നമ്മൾ കാണിച്ചു. So we can say that that set alpha 1 alpha 2 etc alpha n are linearly independent. Okay, so since it's a linearly independent set of cardinality n in n-dimensional space V, dimension of V യും n തന്നെയാണ്, ഈ സെറ്റിന്റെ cardinality n തന്നെയാണ്, അപ്പോൾ ഇതൊരു basis ആയി മാറും. So we have shown that this is actually a basis. So I'll just come back again. നമ്മൾ എങ്ങനെയാ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ പ്രൂഫ് തുടങ്ങി എങ്ങനെയായിരുന്നു? നമ്മൾ ഒരു ബേസിസ് എടുത്തു, ബി സ്റ്റാർ F1 F2 എക്സെട്ര FN ഇസ് എ ബേസിസ് ഓഫ് ബി സ്റ്റാർ എടുത്തു. എന്നിട്ട് ബൈ വൺ തിയറം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് കാണിച്ചു, ഫോർ വിച്ച് Li of Fj is equal to delta Ij. ഇങ്ങനെ സാറ്റിസ്ഫൈ ഡുവൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യും, കാരണം ആ തിയറം വെച്ച് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ F1 F2 എക്സെട്ര FN എന്ന ബേസിസ് ഉണ്ടെങ്കിൽ, ബി സ്റ്റാർ എന്ന ബേസിസ് ഉണ്ടെങ്കിൽ ഒരു ബേസിസ് ബീറ്റ നമുക്ക് കാണിക്കണം. എവിടെ? വിന്റെ ഒരു ബേസിസ് ബീറ്റ കാണിക്കണം. ആ ബേസിസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ബേസിസിന്റെ ഡുവൽ ആയിരിക്കണം ഈ ബേസിസ്. അങ്ങനെയാണ് നമ്മൾ, അതായത് ഈ ബേസിസ് ബീറ്റ സ്റ്റാർ, അങ്ങനെയാണ് നമ്മൾ നമ്മളെ ക്ലെയിം, അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിസിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ അത് ചെയ്തു, നമ്മൾ അങ്ങനത്തെ ഒരു ബീറ്റ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ബീറ്റ അല്ല, അങ്ങനത്തെ കുറച്ച് എലിമെന്റ്സ് വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വി ഹാവ് ഷോൺ ദാറ്റ് യൂസിങ് അവർ പ്രീവിയസ് കൊറോളറി. അങ്ങനത്തെ കുറച്ച് ആൽഫൈസ് എക്സിസ്റ്റ് ചെയ്യും. അതായത് ഏത് LIs നിങ്ങൾ വി സ്റ്റാറിന് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എലിമെന്റ് നിങ്ങളുടെ വിയിൽ ഉണ്ടാവും. ആ കറസ്പോണ്ടിങ് എലിമെന്റ് പറഞ്ഞാൽ ആൽഫൈ ആയിരിക്കും. അപ്പം സിൻസ് ദിസ് മാപ്പിംഗ് ഇസ് 1 1, ആൽഫൈന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ L ആൽഫൈ ആയിരിക്കും. അപ്പം LI എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, L ഓഫ് ആൽഫൈ ആയിരിക്കും എന്നാണ് നമ്മൾ കാണിച്ചത് ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഈ ആൽഫൈസ് ഇങ്ങോട്ട് ചൂസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ N കേസിൽ L1 L2 എക്സെട്ര LNന്റെ കേസ് കിട്ടിയ N ആൽഫൈസ് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിനെ ബീറ്റ ആയിട്ട്, അതിന് ബീറ്റ അല്ല, അതിനൊരു സെറ്റായിട്ട് അസ്യൂം ചെയ്യാം. എന്നിട്ട് ആ സെറ്റാണ് നമ്മൾ കാണിക്കാൻ പോകുന്ന ബേസിസ് ഓഫ് വി, ഫോർ വിച്ച് ബി സ്റ്റാർ ഈസ് എ ഡുവൽ ബേസിസ്. ബി സ്റ്റാർ ഡുവൽ ബേസിസ് ആയിട്ടുള്ള വിന്റെ ആ ബേസിസ് ബീറ്റ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് ബേസിസ് ആണെന്ന് കാണിക്കണം. ആ ബേസിസ് ആണെന്ന് കാണിക്കുന്ന ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്തത്. അതായത് ജസ്റ്റ് നമ്മൾ ആൽഫ 1 ആൽഫ 2 സെറ്റ് ആൽഫ n എടുത്തു, n എലിമെന്റ്സ് ഉള്ള സെറ്റ് ആണ്. അപ്പം ഡയമെൻഷൻ n ആയിട്ടുള്ള സ്പേസിൽ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബേസിസ് ആവും. അതാണ് നമ്മൾ ഇത്ര നേരം ചെയ്തത്. ഇനി നമുക്കൊരു കാര്യം കാണിക്കാനുണ്ട്. എന്താ കാണിക്കേണ്ടത്? ബേസിസ് ആണെന്ന് കാണിച്ചു. നൗ വി ഹാവ് ടു ഷോ ദാറ്റ് ബി സ്റ്റാർ ഈസ് എ ഡുവൽ ഓഫ് ബി. ബി സ്റ്റാർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ, ബി സ്റ്റാറിലെ ബി എന്ന് കിട്ടിയ ഈ ഒരു ബേസിസ് ബി സ്റ്റാറിന്റെ ഡുവൽ ആയിരിക്കണം എന്ന് കാണിക്കണം. അതാണ് ഞാൻ അടുത്ത കാണിക്കുന്നത്. സോ
സോ അപ്പോൾ ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ is a linearly independent set in V and is a basis of V. And we also know that Li എന്ന് പറഞ്ഞാൽ L of alpha I ആണെന്ന് അറിയാം. നമ്മൾ ഓൾറെഡി മോളിൽ പ്രൂവ് ചെയ്തു. Li എന്ന് പറഞ്ഞാൽ L of alpha I ആണ്. സോ Li of F എന്ന് പറഞ്ഞാൽ L of alpha I of F തന്നെയാണ്, രണ്ടും സെയിം ആണ്. കാരണം Li L ആൽഫയും സെയിം ആയതിനെക്കൊണ്ട് Li of F എന്ന് പറഞ്ഞാൽ L alpha I of F ആയിരിക്കും. ആൻഡ് L alpha I of F by definition എന്ന് പറഞ്ഞാൽ F of alpha I ആയിരിക്കും ഫോർ എവറി F in V star. അപ്പം ഏത് F in V star എടുത്താലും ഇത് ഹോൾഡ് ചെയ്യും, ഇത് ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇനി Fi of alpha J എടുക്കുക. നമുക്ക് ശരിക്കും കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ബേസിസ് ഉണ്ടായിരുന്നു, ബീറ്റ സ്റ്റാർ എന്ന ബേസിസ് ഉണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ ബീറ്റ എന്ന ബേസിസ് കണ്ടുപിടിച്ചു, ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ n കണ്ടുപിടിച്ചു. ഓക്കെ, എക്സിസ്റ്റൻസ് കാണിച്ചു, ഇതൊരു ബേസിസ് ആണെന്ന് കാണിച്ചു വിന്റെ. ഇനി ഇത്രേ കാണിക്കേണ്ടുള്ളൂ, ഇതിന്റെ ഡുവൽ ബേസിസ് ആണ് ഇതെന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് ഒറ്റ കണ്ടീഷനെ കാണിക്കാവുള്ളൂ. എന്താ കാണിക്കേണ്ടത്? Fi of alpha j is equal ഡെൽറ്റ ഐ ജെ എന്ന് കാണിച്ചാൽ നമ്മളെ വർക്കായി. ഡുവൽ ബേസിസ് ആണ് കാണിക്കണമെങ്കിൽ Fi of alpha j എന്തായിരിക്കും? ഡെൽറ്റ ഐ ജെ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഡുവൽ ബേസ് ഡിഫൈൻ ചെയ്തത്. ആ കണ്ടീഷനും കൂടി ശരിയാണോ ചെക്ക് ചെയ്താൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ Fi of alpha j എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ L alpha j of Fi ആണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ L alpha I of F അല്ലെങ്കിൽ F of alpha I എന്ന് പറഞ്ഞാൽ L alpha I of F ആണ്. അപ്പൊ ഈ എഫിന് ഞാൻ സ്പെസിഫിക്കലി ഒരു Fi കൊടുത്തു. ഓക്കെ, ഈ ഐ ഞാൻ ജെ ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? Fi of alpha j എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏത് എഫിനും ശരിയാണല്ലോ, അപ്പൊ Fiക്കും ശരിയാണോ? അപ്പൊ ഈ എഫ് നിങ്ങൾ സ്പെസിഫിക്കലി Fi എടുക്കുകയാണെങ്കിൽ Fi of alpha j എന്ന് പറഞ്ഞാൽ ആൽഫ ഐ ഓഫ് L alpha j of F ആവും, Fi ആവും, L alpha j of Fi ആവും. ആൻഡ് L alpha j എന്ന് പറഞ്ഞാൽ ശരിക്കും എൽ ജെ ആയിരിക്കും അല്ലെ. L alpha I എന്ന് പറഞ്ഞാൽ ഐ ആണെങ്കിൽ L alpha j എന്ന് പറഞ്ഞാൽ എൽ ജെ ആയിരിക്കും. അപ്പൊ L alpha j of Fi എന്ന് പറഞ്ഞാൽ എൽ ജെ ഓഫ് Fi ആയിരിക്കും, എൽ ജെ ഓഫ് Fi ആയിരിക്കും. ആൻഡ് എൽ ജെ ഓഫ് Fi എന്താണ്? നമ്മൾ ഓൾറെഡി ഇനിഷ്യലി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. By theorem 15 there exists an basis for V star star L1 L2 etc Ln such that Lj of Li of Fj എന്ന് പറഞ്ഞാൽ we have already taken Li of Fj എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐ ജെ ആയിട്ടുള്ളൊരു ബേസിസ് ഉണ്ടാവും. നമ്മൾ തിയറം 15 വെച്ച് ഫസ്റ്റ് എഴുതി ഈ തിയറത്തിൽ. അതുകൊണ്ട് ഈ എൽ ജെ ഓഫ് Fi എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Li of Fj ഡെൽറ്റ ഐ ജെ ആണെങ്കിൽ എൽ ജെ ഓഫ് Fi എന്ന് പറഞ്ഞാൽ അത് ഡെൽറ്റ ജെ ഐ ആയിരിക്കും. ഈ ഡെൽറ്റ ഐ ജെയും ഡെൽറ്റ ജെ ഐയും രണ്ടും സെയിം ആണ്. കാരണം ഡെൽറ്റ ഐ ജെ പറഞ്ഞാൽ എന്താ? ഈസ് ഈക്വൽ ടു 1 വെൻ ഐ ഈസ് ഈക്വൽ ടു ജെ ആൻഡ് ഈസ് ഈക്വൽ ടു 0 വെൻ ഐ ഈസ് നോട്ട് ഈക്വൽ ടു ജെ. അതിപ്പോൾ നിങ്ങൾ ഐയും ജെ അങ്ങോട്ട് കൂടെ മാറ്റി കൊടുത്താലും ഡെഫിനിഷൻ മാറുന്നില്ല. ഈ ജെ ഈക്വൽ ടു ഐ ആണെങ്കിൽ 1, ജെ നോട്ട് ഈക്വൽ ടു ഐ ആണ് 0 ആണ് ഡെൽറ്റ ജെ എന്ന് പറഞ്ഞത്. രണ്ടും ഇൻ എഫക്ട് ഒരേ സംഭവം തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Fi of alpha j is nothing but equal to delta ij. Fi of alpha j is nothing but equal to delta ij. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? We could see that this beta, that is alpha 1 etc alpha n of V is a dual basis for this basis F1 F2 etc Fn. Okay, so that is a proof. അത്രേ ഉള്ളൂ പ്രൂഫ്. അപ്പോൾ നമുക്ക് കാണിക്കേണ്ട എത്ര ഉണ്ടായിരുന്നുള്ളൂ? നമുക്ക് ഇങ്ങനത്തെ ഒരു വി സ്റ്റാറിൽ ഒരു ബേസിസ് എടുത്തു കഴിഞ്ഞാൽ ആ ബേസിസ് വിയിലുള്ള ഏതോ ഒരു ബേസിസിന്റെ ഡുവൽ ആയിരിക്കും എന്ന സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പുതിയ സ്പേസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഡബിൾ ഡുവൽ സ്പേസ്. ആ ഡബിൾ ഡുവൽ സ്പേസിന്റെ പ്രത്യേകതകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത രീതിയിൽ നമ്മൾ എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്ത അവസാനം നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ഓക്കെ? ഇതിൽ എവിടെയെങ്കിലും സംശയം ഉണ്ടോ? എല്ലാം ഇറ്റ് മേക്സ് സെൻസ് അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല സർ. എന്താ പറ്റാത്തത് പറയും? ഒന്നും കൂടെ ഒന്ന് നോക്കിയാലേ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റും. ഇപ്പൊ കേൾക്കുമ്പോ എല്ലാം ഓക്കെയാണ്. കേൾക്കുമ്പോ എല്ലാം ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഇന്നലെ വരെയുള്ളതൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? അപ്പം ഹാവ് യു റെഡ്?
കേൾക്കുന്നുണ്ടോ ക്ലാസ്സുകളൊക്കെ? ഇന്നലത്തെ വായിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ഇന്നത്തെ ഫോളോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. വേറെ പിന്നെ പഴയ നമ്മൾ ഡിസ്കസ് റിസൾട്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. എനിക്ക് ഇത്ര പറയാനുള്ളൂ. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണം. ഇഫ് യു ആർ റീഡിങ് പ്രോപ്പർലി യു ഷുഡ് ബി ഏബിൾ ടു ഫോളോ. ഓക്കെ. കാരണം നമ്മൾ ഈ MSc പഠിക്കുമ്പോൾ കാര്യം ശരിയാണ്, നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. എല്ലാം ശരിയാണ്, എനിക്കറിയാം. നമുക്ക് 2-3-4 സബ്ജക്ട്സ് പഠിക്കാനുണ്ടാവും. എല്ലാം പഠിക്കാൻ ഡീപ്പായിട്ട് പഠിക്കാൻ ടൈം കിട്ടില്ല എന്നൊക്കെ തോന്നും അല്ലേ? ഞാൻ MSc പഠിക്കുമ്പോഴും എനിക്ക് ഈ പോർഷനൊക്കെ വളരെ ടഫായിട്ട് പോർഷനായിരുന്നു. ഞാൻ തുറന്നു പറയാം. അന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ സാധനം. എനിക്ക് മനസ്സിലായിട്ടില്ല. അന്ന് എനിക്ക് ടീച്ചർ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ ഇത് ഉദ്ദേശിച്ചത്, എന്തിനായി ഡബിൾ ഡുവൽ സ്പേസ് എന്തിനാ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുമ്പോൾ വീണ്ടും ഇത് വായിച്ചു. അപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തായിട്ട് ഉപകാരം. ഓക്കെ. അതായത് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മൾ വായിക്കുമല്ലോ, അപ്പോൾ നമ്മൾ നല്ലോണം വായിക്കും. നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ, നമ്മൾ ഡീപ്പായിട്ട് വായിക്കും. കാരണം നിങ്ങളെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ MSc കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിങ്ങൾ ക്വാളിഫൈഡ് ആണ്. യു ക്യാൻ ഗോ ആൻഡ് ടീച്ച് ഇൻ എനി കോളേജ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ സബ്ജക്ട്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒബിയസ്ലി നിങ്ങൾ MSc ക്ലാസ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ ഈ നോളജ് എടുക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കുട്ടി ചോദിക്കുകയാകുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ അല്ലെങ്കിൽ ഒരിക്കലും കുട്ടിക്ക് മനസ്സിലാവില്ല. ശരിയല്ലേ? അപ്പൊ നിങ്ങളെ കുറച്ച് പേരൊക്കെ എനിക്ക് ടീച്ചിങ്ങിന് പോകാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നാണ് അന്ന് സ്റ്റാർട്ടിങ്ങിൽ എന്നോട് പറഞ്ഞത്. അപ്പം അതിപ്പം MSc ആവണമെന്നില്ല. നിങ്ങളിപ്പം B.Ed പോയി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും, അല്ലെങ്കിൽ സെറ്റ് എഴുതി +2 +1 ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒക്കെ തന്നെ എന്തായാലും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കും. അപ്പം നിങ്ങൾ ആ രീതിയിൽ നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു സെമിനാർ വെച്ചിട്ടുണ്ട്. ഞാനൊരു സെമിനാർ വെച്ചിട്ടുണ്ട്. ഇന്റർപോർട്ടൽ സ്പേസസ് ഉണ്ട്, അതിൽ 2 സെക്ഷൻ ഉണ്ട്. അതുപോലെ നമ്മളെ അടുത്ത ചാപ്റ്ററിന്റെ ലാസ്റ്റ് സെക്ഷൻ 6.7. അപ്പോൾ നിങ്ങൾക്ക് തന്ന പോർഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് വായിക്കാം. വായിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ആ പോർഷൻ വളരെ ക്ലിയർ ആയിരിക്കും. ഞാൻ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഈ കണ്ടിന്യൂറ്റി വിട്ടുപോയാൽ എനിക്ക് തന്നെ കുറച്ച് ഫോളോ അപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ ചില ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആകെ 2 വരിയെ കൊടുത്തിട്ടുള്ളൂ, 2-3 വരിയേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടൊന്നും ഈ പ്രൂഫ് കംപ്ലീറ്റ് ആവില്ല, നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ പ്രൂഫ് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ വേറെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പ്രൂഫ് നോക്കി നോക്കൂ. ഇറ്റ് ഫോളോസ് ഇമീഡിയറ്റ്ലി എന്നാ പറയുന്നത്. ഇറ്റ് ഫോളോസ് ഇമീഡിയറ്റ്ലി ദാറ്റ് ദിസ് ഇസ് എ ബേസിസ് ഫോർ വി ഇൻ ഡ്യുവൽ ഓഫ് ദിസ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവോ? ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയത് തിയറം 108 കൊറോളറിന്റെ പ്രൂഫാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. അപ്പൊ നമ്മൾ, കാരണം ഞാൻ ക്ലാസ് എടുക്കേണ്ട, എനിക്കറിയാം ക്ലാസ് എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇങ്ങനെ എടുത്തേ പറ്റൂ. അപ്പൊ ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോസ് പറഞ്ഞാൽ അധികം മറ്റേ നമ്മളെ NPTEL എന്നൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? NPTEL. അതിന്റെ എല്ലാ സബ്ജക്ട്സിന്റെയും വീഡിയോസ് അവൈലബിൾ ആണ്. യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് കിട്ടും. അത് ഓരോ IIT മദ്രാസിലെ അവിടെ ഇവിടെയൊക്കെയുള്ള പ്രൊഫസേഴ്സിന്റെ വീഡിയോസ് ആണ്, അവരുടെ ലെക്ചർ സീരീസ് ആണ്. അപ്പം എനിക്ക് സംശയം വരാവുന്ന കാര്യം ഞാൻ അവിടെ പോയി റെഫർ ചെയ്യാറുണ്ട്. മനസ്സിലായോ? എന്നെക്കാട്ടൊക്കെ നല്ലോണം ക്ലാസ് എടുക്കുന്ന മാഷന്മാരാണ് അവർ. അപ്പം ഞാൻ എൻ്റെ സംശയങ്ങൾ അവിടെ നിന്ന് തീർക്കാറുണ്ട്. എല്ലാവരും പഠിക്കുകയാണല്ലോ, എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ഐ എം ഡൂയിങ് റിസർച്ച് വർക്ക്. അതിൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്ത് പോകുന്നു. ഓക്കെ. സോ അതാണ്. അപ്പം യു ഹാവ് ടു ട്രൈ ടു, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിച്ച് ക്ലാസ് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വരാം. പക്ഷെ അങ്ങനെ ഞാൻ പോവുകയാണെങ്കിൽ, അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലബസ് തീർക്കാൻ പറ്റില്ല. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോണത്. സോ യു ഹാവ് ടു, ഇപ്പോൾ മാക്സിമം ഞാൻ റെക്കോർഡ് ക്ലാസ് ഒഴിവാക്കാറുണ്ട്. കാരണം എനിക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡ് ക്ലാസ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ ഇടാത്തത്. അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഇടുകയാണെങ്കിൽ ഇതിൽ സ്പീഡിലെ പോർഷൻസ് നീങ്ങി. അപ്പം ഞാനിങ്ങനെ
ക്ലാസ് എടുത്ത് റെക്കോർഡ് ചെയ്തിടും, നിങ്ങളത് ഒരു പ്രാവശ്യം കേൾക്കും, പക്ഷേ റെസ്പോൺസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ തന്നെ ആരാ പറഞ്ഞ എന്നോട്, അനീഷല്ലേ പറഞ്ഞല്ലേ, ഒന്നുകൂടി വായിച്ചാൽ ചിലപ്പോൾ സംഭവം ക്ലിയർ ആയിരിക്കും, പക്ഷെ എടുക്കുമ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം എല്ലാത്തിനും ആർഗ്യുമെന്റ് പറയുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, സോ that is this result. So we'll go on to one more result from this section. It is regarding S. അത് ഒരു നമ്മൾ ഓൾറെഡി ഒരു എസ് എടുത്താൽ എസ് നോട്ട് എന്താന്ന് പറഞ്ഞു. എന്നോട് ഇന്നലെ ആരോ ഒന്ന് ചോദിച്ചു, സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലീനിയർ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഈ അനിഹിലേറ്റിംഗ് സെറ്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെറ്റ് ഓഫ് ഓൾ, അപ്പോൾ ഒരു സെറ്റ് എസ് എടുത്തു കഴിഞ്ഞാൽ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്നുള്ള സെറ്റ് എടുത്താൽ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്താണ് എസ് നോട്ട്? എഫ് ഓഫ് ആൽഫ എഫ് ഓഫ്, അതെ പറയൂ. എഫ് ഓഫ് ആൽഫ ഐ എല്ലാം 0 ആവുന്ന എല്ലാ എഫുകളുമാണ് നമ്മളെ ഈ സെറ്റിൽ വരിക, അല്ലേ? ശരിയാണ്. അതായത് ഏതൊക്കെ ഈ ഇതിൽ ഏത് ആൽഫ എടുത്താലും അതിന്റെ ഇമേജ് കണ്ടാൽ 0 ആയിരിക്കും. അങ്ങനത്തെ ഫങ്ഷണൽസ് ആണ് എസ് നോട്ടിൽ വരിക. അപ്പം ഒരാൾ ചോദിച്ചു എന്നോട്, അത് ക്ലിയർ ആയില്ല, അത് എസ് നോട്ട് ഈക്വൽ ടു അല്ല, എസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്തായിരുന്നു, എസ് ഇസ് ഈക്വൽ ടു ആരാണ് ചോദിച്ചത്? അതെ അതെ, എസ് ഇസ് ഈക്വൽ ടു രണ്ട് കേസ് പറഞ്ഞു. സീറോ സ്പേസ് ആകുമ്പോൾ എങ്ങനെയാണ് എസ് നോട്ട് വി സ്റ്റാർ ആവുന്നത്? എസ് ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 പറഞ്ഞ സ്പേസ് ആണെങ്കിൽ എസ് നോട്ട് എന്താവുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എസ് ഇസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആണെങ്കിൽ എസ് നോട്ട് എന്താണ്? എഫ് ഓഫ് 0നെ 0യിലേക്ക് അയക്കുന്ന എല്ലാ എഫുകളും, അതാണ് എസ് നോട്ടിൽ ഉണ്ടാവുക. എഫ് ഓഫ് 0നെ 0യിലേക്ക് അയക്കുന്ന എല്ലാ എഫുകളും. അപ്പൊ ആ എഫ് ഏതൊക്കെ എഫുകൾ ഉണ്ടാവും? നിങ്ങൾക്കറിയാം, ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഏതൊരു ലീനിയർ ഫംഗ്ഷൻ എടുത്താലും അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ 0ന്റെ ഇമേജ് എപ്പോഴും 0 ആണ്. കാരണം ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷനും ടി ഓഫ് 0 പറഞ്ഞാൽ 0 ആയിരിക്കും. ടി എന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ ടി ഓഫ് 0 പറഞ്ഞാൽ 0 ആയിരിക്കും. ഈ എഫ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, വി സ്റ്റാർ എഫിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് എഫ് എന്ന് പറയുന്നത്. നമ്മൾ ലീനിയർ ഫംഗ്ഷനൽസ് എന്ന് വിളിക്കുന്നത് മാത്രം. വി സ്റ്റാർ അല്ല, വി എന്ന എഫിലേക്കുള്ള എല്ലാ ലീനിയർ ഫംഗ്ഷനൽസിനെയാണ് നമ്മൾ എഫ് എന്ന് വിളിക്കുന്നത്. അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പം അപ്പം വി സ്റ്റാറിലുള്ള ഈ എസ് നോട്ട് വി സ്റ്റാർ ആവാൻ കാരണം വേറെ ഒന്നല്ല, വി സ്റ്റാറിലുള്ള ഏത് എഫ് എടുത്താലും നിങ്ങൾക്ക് എഫ് ഓഫ് 0 0 ആണ്. കാരണം എഫ് ലീനിയർ ഫംഗ്ഷനിലാണ്. അതുകൊണ്ടാണ് എസ് സിംഗിൾട്ടൺ 0 എന്ന സ്പേസ് എടുക്കുമ്പോൾ നമുക്ക് എസ് നോട്ട് ഫുൾ ഓഫ് വി സ്റ്റാർ കിട്ടുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ അതേപോലെ എസ്സിന് നിങ്ങൾ വി എടുക്കാന്ന് വിചാരിക്കാം. എസ്സിന് എന്ന സെറ്റ് നിങ്ങൾ വി എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വെക്ടേഴ്സും എടുക്കണം വിയിലുള്ള. അങ്ങനെയാണെങ്കിൽ വിയിലുള്ള ഏത് ആൽഫ എടുത്താലും you have to get, if you take any alpha in v, f of alpha equal to 0 ആവണം. അങ്ങനെയുള്ള ആ എഫ് ഏതാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ എത്ര എഫുകൾ ഉണ്ട്, അല്ലെങ്കിൽ ആ എഫ് ഏതാ? അത് ഏത് വെക്ടർ എടുത്താലും അതിനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എത്ര ഫങ്ഷൻസ് ഉണ്ട്? അപ്പോൾ 0 ഫംഗ്ഷൻ വരും. അതായത് എസ് നോട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ആ 0 ഫംഗ്ഷന്റെ 0 ഫംഗ്ഷൻ ആണ് വരിക. അതായത് 0 സബ്സ്പേസ് ഓഫ് ദ വി സ്റ്റാർ, 0 സബ്സ്പേസ് ഓഫ് വി സ്റ്റാർ ആണ് എസ് നോട്ട്. ഓക്കെ, അതാണ് സംഭവം. അതുകൊണ്ടാണ് നമ്മൾ അന്ന് അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദാറ്റ് ഓൺലി. ഒരു annihilating കോൺസെപ്റ്റ് വെച്ച് തന്നെ പറയാം. അതായത് if S is any subset of a finite dimensional vector space V, ഏതൊരു V എടുത്താലും അതിന്റെ ഒരു ഫൈനൈറ്റ് ഒരു ടേക്ക് എ സബ്സെറ്റ് ഓഫ് ദാറ്റ് V, എങ്കിൽ S നോട്ട് ഹോൾ നോട്ട്
is subspace spanned by S. S naught whole naught is a subspace spanned by S. S naught എവിടെയാണ് ഉണ്ടാവുക? S naught എവിടെയാണ് ഉണ്ടാവുക? S വിയിലാണ്. S naught എവിടെയാണ് ഉണ്ടാവുക? വിയിലാണോ S naught ഉണ്ടാവുക? S naught പ്രത്യേകത എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ ഫങ്ഷണൽസ് ആണ്. ഫ്രം അപ്പൊ വി സ്റ്റാറിലാണ്. വി ടു എഫ്. വി സ്റ്റാറിൽ എസ് നോട്ട് ഉണ്ടാവുക വി സ്റ്റാറിലാണ് അല്ലേ? എസ് നോട്ട് ഉണ്ടാവുക വി സ്റ്റാറിലാണ്. ഇതിലുള്ള കുറച്ച് ഫങ്ഷൻസ് ആണ് എഫ് ഫോർ വിച്ച് ഇവിടെ ഏത് എലിമെന്റ് എടുത്താലും ആൽഫ എടുത്താലും എഫ് ഓഫ് ആൽഫ 0 ആവുന്ന ഒരുപാട് എഫുകൾ ഉണ്ടാവും ഇവിടെ. അതടങ്ങുന്ന സെറ്റാണ് ഈ എസ് നോട്ട്. ഇനി ഇവിടെ പറയുന്നത് എസ് നോട്ട് ഹോൾ നോട്ട്. ഈ എസ് നോട്ട് ഹോൾ നോട്ട് അതെവിടെ ഉണ്ടാവുക? അല്ലെങ്കിൽ എസ് നോട്ട് നോട്ട് അതെവിടെ ഉണ്ടാവുക? അതെ, അത് ഉണ്ടാവുക വി സ്റ്റാർ സ്റ്റാറിലാണ്. അതുണ്ടാവുക വി സ്റ്റാർ സ്റ്റാറിൽ. അതായത് ഇവിടെ ഉള്ള എസ് നോട്ടിലുള്ള ഫങ്ഷൻസിനെ അനിഹിലേറ്റ് ചെയ്യുന്ന കുറച്ച് ലീനിയർ ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്, കുറച്ച് എൽ ആൽഫാസ് ഉണ്ട് അല്ലേ? ആ സെറ്റാണ് എസ് നോട്ട് നോട്ട്. എസ് നോട്ട് നോട്ട്. അപ്പൊ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ വരും. കാരണം if S is any subset of a finite dimensional vector space V, S എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് നിങ്ങൾ എടുക്കുകയാണ് വിന്റെ എങ്കിൽ എസ് നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ വി സ്റ്റാർ സ്റ്റാറിലുള്ള ഒരു സ്പേസ് ആണ്. ഈ എസ് നോട്ട് എന്ന് പറയുന്നത് സബ്സ്പേസ് സ്പാൻ ബൈ എസ് ആയിരിക്കും എന്ന് പറയുന്നത്. സബ്സ്പേസ് സ്പാൻ എസ് വി എടുത്താൽ സബ്സ്പേസ് സ്പാൻ ബൈ എസ് എവിടെ ഉണ്ടാവുക? എസ് വിന്റെ അകത്ത് നിന്ന് എടുത്താൽ സബ്സ്പേസ് സ്പാൻ ബൈ എസ് എവിടെയാണ് ഉണ്ടാവുക? വി തന്നെ കാണണ്ടേ അല്ലേ? നമ്മളിപ്പം R3/R നമ്മൾ ഇതിന്റെ അകത്ത് 3 വെക്ടേഴ്സ് എടുത്തു, 1 0 0 1 1 1 1 1 2 2 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സബ്സ്പേസ് സ്പാൻ എന്ന് വരും. അതായത് C1 into this vector പ്ലസ് C2 into this vector പ്ലസ് C3 into this vector. അങ്ങനത്തെ എല്ലാ CIസും വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് കിട്ടും. ആ വെക്ടേഴ്സ് എവിടെ ഉണ്ടാവും? ഈ R3 തന്നെ ഉണ്ടാവും, അതായത് വി തന്നെ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ if S is any subset of a finite dimensional vector space V, then S naught ഇവിടെ ഉള്ള ഈ ആള് S naught എവിടെ ഉണ്ടാവുന്ന പറയുന്നത്? ഇറ്റ് ഇസ് സബ്സ്പേസ് സ്പാൻഡ് ബൈ എസ് എന്നാ പറയുന്നത്. അതായത് ഈ സ്പേസിൽ എസ് സ്പാൻ ചെയ്യുന്ന സബ്സ്പേസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ വിയും വി സ്റ്റാറിനെയും നമ്മൾ ഐസോമോർഫിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. isn't it? They are isomorphic. So we are trying to identify both as one. രണ്ടുപേരെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുക. വി ആർ ട്രൈങ് ടു മേക്ക് അണ്ടർസ്റ്റാൻഡ് ദം ഇൻ വൺ സെൻസ്. ഓക്കെ, അതാണ് ഈ സ്റ്റേറ്റ്മെന്റിൽ ഉള്ള ഒരു എന്താ പറയാ ഒരു വ്യത്യാസം. ഒബ്വിയസ്ലി നമുക്കറിയാം ഈ എസ് സെറ്റ് ഇവിടെ ഉണ്ടാവുക, വിയിലുണ്ടാവുക. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വി സ്റ്റാറിലെ ഒരു സെറ്റിനെ പറ്റിയാണ്. ആ സെറ്റ് തന്ന ഇവിടുത്തെ ഈ എസിന്റെ സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ദഹനം നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഈ ഐസോമോർഫിസം വെച്ചിട്ടാണ് ദഹിപ്പിക്കേണ്ടത്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? സോ അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സ്പേസും ഐസോമോർഫിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തത്. അതും കൂടി അത് പറഞ്ഞതിനെ കൊണ്ടാണ് ഈ തിയറം ഇവിടെ പറയാൻ പറ്റുന്നതിന് കാരണം. സോ ലെറ്റ് us see that statement. Before going to that statement, I want to ask you something. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് പറയാമെന്ന് വിചാരിച്ചു. S is actually alpha 1 etc. alpha n. Suppose S എന്ന് പറഞ്ഞ സെറ്റ് alpha 1 alpha 2 etc. alpha n ആണ്, സബ്സെറ്റ് ഓഫ് V ആണ് എങ്കിൽ സ്പാൻ ഓഫ് S എന്താണ്? സെറ്റ് ഓഫ് ഓൾ C1 alpha 1 പ്ലസ് C2 alpha 2 etc. പ്ലസ് Cn alpha n അല്ലേ? where C1 C2 etc. Cn belongs to F. അങ്ങനത്തെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് സ്പാൻ ഓഫ് എസ് ആണ്. അതിനെ നമ്മൾ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കും. ശരിയല്ലേ? എസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെക്ടേഴ്സ് വി എന്ന് എടുത്തു, അതിന്റെ സ്പാൻ ഓഫ് എസ് എടുത്തു. സ്പാൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഡെഫിനേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? എന്താണ് സ്പാൻ ഓഫ് എസ് നിങ്ങൾക്ക് അറിയാം? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് സെറ്റ്. അപ്പോൾ ഇനി സ്പാൻ ഓഫ് എസിന് ഞാൻ ഐ എം ടേക്കിംഗ് എസ് ഡബ്ല്യു. ലെറ്റ് മീ ടേക്ക് സ്പാൻ ഓഫ് എസ് എസ് ഡബ്ല്യു. സ്പാൻ ഓഫ് എസ് ഞാൻ ഡബ്ല്യു എന്ന് ചൂസ് ചെയ്യുന്നു.
Okay, so what is S naught? S naught is set of all f in V star. Okay, S naught is set of all f in V star for which f of alpha 1 0 ആയിരിക്കണം, f of alpha 2 0 ആയിരിക്കണം, എക്സെട്ര f of alpha n 0 ആയിരിക്കണം അല്ലേ? ഈ എല്ലാ ആൽഫൈസിനെയും സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എഫുകളുടെ കളക്ഷൻ ആണ് എസ് നോട്ട്. ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി അങ്ങനെയെങ്കിൽ ആൽഫ നിങ്ങൾക്ക് C1 ആൽഫ 1 എക്സെട്ര പ്ലസ് CN ആൽഫ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു ആൽഫ വിയിലുള്ള ഏതെങ്കിലും ഒരു ആൽഫയെ നിങ്ങൾ C1 ആൽഫ 1 എക്സെട്ര പ്ലസ് CN ആൽഫ എന്ന് എഴുതാൻ പറ്റുകയാണെങ്കിൽ, obviously f of alpha എന്ന് പറഞ്ഞാൽ, okay, this is not f of alpha. If f alpha is equal to this, then f of alpha എന്ന് പറഞ്ഞാൽ C into f alpha 1 etc plus CN into f alpha എന്ന്, കാരണം f linear transmission ആണ്. And also we know that ഇതെല്ലാം സീറോസ് ആണ്, കാരണം എഫ് എസ് നോട്ടിൽ ഉണ്ടെങ്കിൽ ഈ എഫ് നമ്മൾ എടുക്കുന്ന എഫ് എസ് നോട്ട് എന്നാണ്. ഈ എഫ് എസ് നോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഓഫ് ആൽഫ 1 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പം ഇത് 0 ആയി, അതുപോലെ ഇവിടെ കുറച്ച് ടേംസ് 0 ആയി, ഇതും 0 ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് C1 ആണ്. അപ്പോൾ എന്ത് കിട്ടും? C1 into 0 പ്ലസ് C2 into 0 എക്സെട്ര പ്ലസ് CN into 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ആൽഫ എന്ന് പറഞ്ഞ സാധനം നമ്മൾ എടുത്ത എവിടുന്നാണ്? നമ്മൾ ആൽഫനെ എങ്ങനെ എടുക്കുമ്പോൾ ആൽഫ എവിടുന്ന എടുക്കുന്നത്? നമ്മൾ ഡബ്ല്യു സ്പാൻ ഓഫ് എസ് എടുക്കുന്നു അല്ലെ? അതിന് മീനിങ് എന്താ? സ്പാൻ ഓഫ് എസിനുള്ള അല്ലെങ്കിൽ ഡബ്ല്യൂയിലുള്ള ഏത് വെക്ടർ എടുത്താലും അതിനെയും കൂടി എഫ് എനിഹിലേറ്റ് ചെയ്യും. അതായത് എഫ് ഓഫ് ദാറ്റ് ആൽഫ വിൽ ഓൾസോ ബി ഈക്വൽ ടു 0. ശരിയല്ലേ? എസ് എന്ന് പറഞ്ഞാൽ ആൽഫ എക്സെട്ര ആൽഫാൻ എടുത്തു, അപ്പൊ സ്പാൻ ഓഫ് എസ് എടുത്തു. നമ്മൾ സ്പാൻ ഓഫ് എസിൽ ഏത് ആൽഫ എടുത്താലും അതിനും ഈ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. Okay, so if alpha is in the span of S, then what we can say, S naught, if alpha is in the span of S, then W naught എന്ന് പറഞ്ഞാൽ S naught തന്നെ ആയിരിക്കും. ശരിയല്ല? W naught എന്ന് പറഞ്ഞാൽ W naughtiലെ എലിമെന്റ്സിനെ അനിഹിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫ നിങ്ങൾ W എന്ന് എടുത്താൽ എഫ് ഓഫ് ആൽഫ ഈക്വൽ ടു 0 ആവുന്ന എല്ലാ എഫുകളും അതെന്താണ്? S naught തന്നെയാണ് അല്ലേ? ആണോ? സാർ അത് മനസ്സിലായില്ല സർ, ലാസ്റ്റ് പറഞ്ഞത്. അതായത് എസ് എന്ന സെറ്റ് നമ്മൾ എടുത്തു, എസിലുള്ള എലിമെന്റ്സിനെ അനിഹിലേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് എലിമെന്റ് ആണ്, ഒരു ആർബിട്രറി എഫ് ആണ് എഫ്. അപ്പൊ വി സ്റ്റാറിലുള്ള എലിമെന്റ് ആണ് എഫ്. അപ്പൊ എഫ് ഓഫ് ആൽഫ 1 എക്സെട്ര എഫ് ഓഫ് ആൽഫനൊക്കെ 0 ആയിരിക്കും, അതൊക്കെ നമുക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇഫ് യു ടേക്ക് എലിമെന്റ് ആൽഫ ഫ്രം ഡബ്ല്യു, അതായത് സ്പാൻ ഓഫ് എസ് ഡബ്ല്യു എടുത്തു. അപ്പൊ സ്പാൻ ഓഫ് എസ് ഡബ്ല്യു എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡബ്ല്യുവിന്റെ നിങ്ങൾ അണ്ടർ എഫ് വാല്യൂ കണ്ടാൽ നിങ്ങൾക്ക് അതും 0 കിട്ടും, ഏതൊരു ആൽഫ എടുത്താലും. ഇഫ് യു ടേക്ക് എനി എലിമെന്റ് ഇൻ ഡബ്ല്യു, യു ക്യാൻ ഷോ ദാറ്റ് അണ്ടർ എൻ എഫ് ഇൻ എസ് നോട്ട്, അണ്ടർ എൻ എഫ് ഇൻ എസ് നോട്ട്, എഫ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ അത് 0 ആയിരിക്കും. അപ്പൊ ഡബ്ല്യു നോട്ട് ശരിക്കും എന്താ? ഡബ്ല്യു നോട്ട് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ആൽഫ ഡബ്ല്യുന്ന് ഏത് ആൽഫ എടുത്താലും അതിന്റെ ഇമേജ് 0 ആക്കി തരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ ഇമേജ് 0 ആക്കി തരുന്ന കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഈ F1 F2 അങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. അതിന്റെ കളക്ഷൻ ആണ് ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത് അല്ലെ? ഒരു എസ് എടുത്താൽ അതിന്റെ നോട്ട് എന്താണ്? എസ് നോട്ട് എന്താ അതിന്റെ മീനിങ്? അതിലുള്ള എലിമെന്റ്സിനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എഫുകൾ. ഓക്കെ, അതിലുള്ള എലിമെന്റ്സിനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എഫുകൾ, വി സ്റ്റാറിലുള്ള എഫുകൾ, അതാണ് നമ്മൾ ഈ സെറ്റ്. അപ്പം എസിലെ എലിമെന്റ്സിന്റെ നോട്ട് എന്ന് പറഞ്ഞാൽ എസ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എസിലെ എലിമെന്റ്സിനെ 0യിലേക്ക് മാപ്പ് ചെയ്യുന്ന എഫുകൾ. ഓക്കെ, അത് നമുക്ക് എന്ത് കിട്ടി? എസ് നോട്ട് എന്ന് കിട്ടി. ആ ഫങ്ഷൻസ് തന്നെയാണ് ഡബ്ല്യു എലിമെന്റ്സിനെയും 0യിലേക്ക് മാപ്പ് ചെയ്യാം. അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാരണം എഫ് എസ് നോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്, എഫ് ഡബ്ല്യു നോട്ടിൽ ഉണ്ടെന്നും കിട്ടുന്നുണ്ട്. Okay, you are able to show that if an element is annihilating the set S, it is also annihilating the set span of S. Span of S നെ annihilate ചെയ്യുന്നുണ്ട് എന്ന് കിട്ടുന്നു. Okay, that is what is coming from here. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഡബ്ല്യു നോട്ട് എന്ന സാധനം എസ് നോട്ട് ആണ്.
So here statement നമുക്ക് കാണിക്കേണ്ട പക്ഷേ ഇതാണ്, അതായത് S is any subset of a finite dimensional vector space ആണെങ്കിൽ S not not is a subspace spanned by S എന്നാണ് കാണിക്കുന്നത്. അതായത് span of S ഉം S not not ഉം സെയിം ആണെന്നാണ് കാണിക്കുന്നത്. സ്പാൻ ഓഫ് എക്സും S not not ഉം സെയിം ആണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ സ്പാൻ ഓഫ് എസ് എന്ന് നമ്മളിവിടെ W എന്ന് എടുത്തു. ഓക്കെ, സ്പാൻ ഓഫ് എസ് നമ്മൾ W എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ S നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ W നോട്ട് എന്ന് കാണിച്ചു. അപ്പം S നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അത് വേറെ ഒന്നല്ല, അത് W നോട്ട് നോട്ട് ആണ്. S നോട്ട് നോട്ട് എന്ന് പറയുമ്പോൾ S നോട്ട് ഈക്വൽ W നോട്ട് എന്ന് കാണിച്ചാൽ അതിന്റെ S നോട്ട് വിൽ ബി ഈക്വൽ ടു ഇറ്റ്സ് not. So what you get is S not not equal to W not not not. And we have to show basically that W not not is equal to W എന്നാണ് ഇവിടെ കാണിക്കേണ്ടത് ഈ സ്റ്റേറ്റ്മെന്റ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ട് സ്പേസ് ആണ്. ഇപ്പൊ W എന്ന സ്പേസ് പറഞ്ഞാൽ V ന്റെ സബ്സ്പേസ് ആണ്. W എന്ന സ്പേസ് V ന്റെ സബ്സ്പേസ് ആണ്. പക്ഷെ ഈ W not not എന്ന സാധനം സബ്സ്പേസ് ഇൻ വേർ V സ്റ്റാറിലാണ്. ബട്ട് using an isomorphism we have identified both. I mean using that isomorphism നമ്മൾ ഡിഫൈൻ ചെയ്ത V ന്ന് V സ്റ്റാറിലേക്കുള്ള ആ ഐസോമോർഫിസം ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഐഡന്റിഫൈ ചെയ്യാണ്. We are assuming them to be same and then we are talking about this. അല്ലെങ്കിൽ ഈ റിസൾട്ടിന് ഒരു പ്രാധാന്യം ഇല്ല, അത് ജസ്റ്റ് എന്തോ ഒരു നമ്മളൊരു വിവരക്കേട് ഇതുപോലെ വരുള്ളത്. Because there are two different spaces in two different vector spaces and we are telling that they are equal. So indirectly, because of this isomorphism what we defined between these two, we are able to state this. അപ്പം ഇവിടെ നമുക്ക് കാണിക്കേണ്ട അപ്പം W നോട്ട് നോട്ട് ഈക്വൽ W ആണ്. അപ്പൊ ഇത് കാണിക്കാൻ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം മാത്രമേ കാണിക്കുകയുള്ളൂ. രണ്ട് കാര്യം നമ്മൾ കാണിക്കും. ആദ്യത്തെ കാര്യം എന്നത് രണ്ടിന് ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിക്കും. ഈ രണ്ട് സബ്സ്പേസുകളുടെ ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിക്കും. ഈ രണ്ട് സബ്സ്പേസുകളുടെ ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിച്ചിട്ട് ഒന്നിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിച്ചാൽ നമുക്ക് പറയാം രണ്ട് സെയിം ആണ്. രണ്ട് ഡയമെൻഷൻ, ഈ രണ്ട് സ്പേസുകൾ ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിച്ചിട്ട് ഒന്നിന്റെ അകത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we can say both are same. ആ ഒരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. So already we know that using one result we have discussed, if W is a subspace, V is a finite dimensional vector space ഉം W subspace ഉം ആണെങ്കിൽ dimension of W plus dimension of W naught എന്ന dimension V ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. Theorem 16, it is theorem 16 in our textbook. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഡയമെൻഷൻ ഓഫ് ഡബ്ല്യൂയും ഡയമെൻഷൻ ഓഫ് W നോട്ടും രണ്ടും ആഡ് ചെയ്താൽ ഡയമെൻഷൻ ഓഫ് V യെ കിട്ടുള്ളൂ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡയമെൻഷൻ ഓഫ് അതേ തിയറത്തില് നിങ്ങൾ വിക്ക് V സ്റ്റാർ എടുക്കുക. സെയിം തിയറം 16 you take V as V star and W you take as W naught. അങ്ങനെ എടുക്കുകയാണെങ്കിൽ W naught ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതും ഹോൾഡ് ചെയ്യും. അതായത് W naught ആയി. അപ്പൊ W naught ഹോൾ നോട്ട് പറയുമ്പോൾ W naught naught ആയി. V എന്ന V സ്റ്റാർ എടുക്കുക. അപ്പം ആ തിയറം ഹോൾഡ് ചെയ്യും, ഈ സ്റ്റേറ്റ്മെന്റ് ഹോൾഡ് ചെയ്യും. കാരണം സെയിം തിയറം വെച്ച് തിയറം 16 ജസ്റ്റ് V നെ V സ്റ്റാർ എന്നും കൊടുക്കുക, W naught എന്നും കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇത് ശരിയാവും. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് സെയിം ആണെന്നറിയാം. ഡയമെൻഷൻ ഓഫ് വിയും ഡയമെൻഷൻ ഓഫ് V സ്റ്റാറും സെയിം ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ അല്ലെ, ഈ ഒരു ഇക്വേഷനും ഈ സെക്കൻഡ് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യും. രണ്ടും സെയിം ആണല്ലോ, ഇത് രണ്ടും സെയിം ആണല്ലോ. ഡയമെൻഷൻ ഓഫ് ഡയമെൻഷൻ ഓഫ് V സ്റ്റാറും സെയിം ആയതിനെ കൊണ്ട് ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് ഈക്വൽ ആകുമ്പോൾ അതിൽ ഡയമെൻഷൻ ഓഫ് W naught ക്യാൻസൽ ആവും, ഇത് രണ്ടും ക്യാൻസൽ ആവും. എന്നിട്ട് ഇത് ഈക്വൽ ടു ഇതെന്ന് കിട്ടും. അതിൽ ഡയമെൻഷൻ ഓഫ് W is equal to ഡയമെൻഷൻ ഓഫ് W naught എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യത്തെ വർക്ക് നമ്മൾ ചെയ്തു, അതായത് ഡയമെൻഷൻ ഓഫ് Wയും ഡയമെൻഷൻ ഓഫ് W naught സെയിം ആണെന്ന് കാണിച്ചു. ഇനി നമ്മൾ ഇത്രേ കാണിക്കാൻ പോകുന്നുള്ളൂ. ഈ രണ്ട് സ്പേസസും സെയിം ആണെന്ന് കാണിക്കാൻ നമ്മൾ ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിച്ചു. ഇനി നമ്മൾ ഇത്ര കാര്യം കാണിക്കാൻ പോകുന്നുള്ളൂ, ഒന്നിന്റെ സബ്സെറ്റ് ആണെന്ന് കാണിക്കാം. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് രണ്ടും ഒരേ സ്പേസ് ആണ്. അപ്പൊ അതാണ് അടുത്ത ക്ലെയിം. ഇൻ ദിസ് തിയറം ദ നെക്സ്റ്റ് ക്ലെയിം ഇസ് ദാറ്റ് we are going to show that W is a subset of W naught naught. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നു, W എന്നാൽ V ന്റെ സബ്സെറ്റ് ആണ്, W naught naught V star സബ്സെറ്റ് ആണ്. ഓക്കെ, പക്ഷെ ബിക്കോസ് ഓഫ് ദ ഐസോമോർഫിസം we are assuming them to be isomorphic and we are identifying both spaces as one. അതുകൊണ്ടാണ് ഈ റിസൾട്ട് നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നത്. So W naught എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is set of all F in V star for which F of alpha is 0 for all alpha in W. W naught എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, F of alpha 0 ആവുന്ന എല്ലാ എഫുകളും V സ്റ്റാറുകളിലെ ഫോർ എവറി ആൽഫ ഇൻ W, അങ്ങനത്തെ എല്ലാ ഫംഗ്ഷണൽസും ആണ് W naught വരിക. W naught എന്ന് പറയുമ്പോൾ അതേപോലെ W naught എല്ലാ എഫിനും
എൽ ഓഫ് എഫ് 0 ആവുന്ന എല്ലുകളുടെ കളക്ഷനാണ് W naught naught എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഡെഫിനിഷൻ, ഇറ്റ്സ് എ ബേസിക് ഡെഫിനിഷൻ വാട്ട് ഈസ് W naught and W naught naught. Now using the identification by phi, അതായത് നമ്മൾ പറയുന്നത് രണ്ടും ഐസോമോർഫിക് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ഉണ്ടായിരുന്നു. അപ്പം if you take an L in V star star, it is some L alpha in V star star. അല്ലേ? അണ്ടർ ഫൈ നമുക്കറിയാം, നിങ്ങൾ വി സ്റ്റാർ സ്റ്റാർ എന്ന സ്പേസിൽ നിന്ന് ഏത് ഒരു എൽ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ ഉണ്ടാവും വിയില്, അത് നമുക്കറിയാം. അപ്പം അങ്ങനെയെങ്കിൽ ഈ ആൽഫയാണ്, ആ ആൽഫയ്ക്ക് നിങ്ങൾക്കറിയാം ഈ എൽ വേറെ ഒന്നുമില്ല, എൽ ആൽഫ ആയിരിക്കും. ഈ എൽ ആൽഫ ആയിരിക്കും, കാരണം ഓരോ എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഒരു ആൽഫയെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലീനിയർ ഫംഗ്ഷനിൽ ഉണ്ടാവും എൽ ആൽഫ എന്ന് പറഞ്ഞിട്ട് വി സ്റ്റാർ സ്റ്റാറിൽ, കാരണം ആ ഐസോമോർഫിസം അതാണ് പറയുന്നത്. സോ ഈ ലൈൻ നമുക്ക് ഈ ലൈൻ എഴുതാം. It is exactly equal to set of all L alpha in V star star such that L of f എന്ന് പകരം L alpha of f equal to 0. It is equal to 0. But already we know that L alpha of f എന്ന് പറഞ്ഞാൽ f alpha ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ L alpha ഡിഫൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. We define L alpha as a mapping from V star to f, defined as L alpha of f എന്ന് പറഞ്ഞാൽ f of alpha ആണ് for all f in V star. So we get that L alpha, so this is indirectly same as set of all L alpha belonging to V star star such that 0 is equal to L alpha of f is equal to f of alpha for all f in W naught. And using this isomorphism, okay, using this isomorphism, I can write the same set as set of all alpha in V such that I'm taking only these two. 0 is equal to f of alpha. Set of all alpha in V such that 0 is equal to f of alpha for all f in W naught. Set of all alpha for V in alpha in V such that 0 is equal to f of 0, f of alpha for all f in W naught. അപ്പോൾ നമ്മൾ എന്താ കാണിച്ചു വെച്ചാൽ, ഇപ്പം ആൽഫ ഡബ്ല്യൂലുണ്ടെങ്കിൽ, if alpha is in W, then for every f in W naught, f alpha will be 0. നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. Okay, okay, so if so here yeah, so നിങ്ങൾ ആൽഫ ഡബ്ല്യൂ എന്ന് എടുക്കുകയാണ്. ഡബ്ല്യൂ എന്ന സ്പേസിൽ നിങ്ങൾ ആൽഫ എടുത്താൽ for all f in W naught, f alpha will be equal to 0. അങ്ങനെയെങ്കിൽ ഈ ആൽഫ W naught നോട്ടിലുണ്ട്, കാരണം because W naught naught is also defined in this way. Set of all alpha in V for which f of alpha is equal to 0 for f in W naught. നമുക്ക് ഓൾറെഡി അറിയാം ആൽഫ നിങ്ങൾ ഡബ്ല്യൂ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ആൽഫ എന്തായിരിക്കും, എഫ് ഡബ്ല്യൂ നോട്ടിലാണെങ്കിൽ എഫ് ഓഫ് ആൽഫ എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതാണല്ലോ അതിന്റെ അനിഹിലേറ്റിംഗ് ഒരു കോളമിലാണ്, ഒരു അനിഹിലേറ്റിംഗ് കോളമല്ല, ഒരു അനിഹിലേറ്റിംഗ് ഫംഗ്ഷനിലാണ് ശരിക്കും അത്. അതായത് ആൽഫ എന്നുള്ള വെക്ടേഴ്സിനെ സീറോയിലേക്ക് മാപ്പ്, സോറി ആൽഫയിൽ ഡബ്ല്യൂ ഉള്ള വെക്ടേഴ്സിനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന എല്ലാ എഫുകളുടെയും കളക്ഷനാണ് ഡബ്ല്യൂ നോട്ട്. അപ്പൊ ആൽഫ ഡബ്ല്യൂലുണ്ടെങ്കിൽ എഫ് ഓഫ് ആൽഫ, എഫ് ഡബ്ല്യൂ നോട്ടിലുണ്ടെങ്കിൽ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കും, അത് നമുക്കറിയാം. ദാറ്റ് മീൻസ് വി ആർ ടേക്കിംഗ് ആൻ ആൽഫ ഇൻ ഡബ്ല്യൂ. ഓക്കെ, ആൻഡ് വി ആർ ഷോയിങ് നൗ that in our proof we are showing W subset of W naught naught. അതായത് ഒരു ആൽഫ ഡബ്ല്യൂ എന്ന് എടുത്തിട്ട് ആ ആൽഫ W naught naught ഉണ്ട് എന്നാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ കാണിച്ചാൽ നമുക്ക് W subset of W naught naught എന്ന് കാണിക്കാൻ പറ്റും അല്ലെ. എക്സ് ബിലോങ്സ് ടു ഒരു എയും ബി എടുത്തിട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കാണിക്കുന്നത്, നമ്മൾ എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി എന്ന് കാണിച്ചാൽ നമുക്ക് എക്സ് എയിൽ ഉണ്ടെങ്കിൽ എക്സ് ബിയിലും ഉണ്ട് എന്ന് കാണിച്ചാൽ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അതാണ് അവിടെ ചെയ്യുന്നത്. അപ്പം ആൽഫ നിങ്ങൾ ഡബ്ല്യൂ എന്ന് എടുത്താൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം ഒരു എഫ് ഡബ്ല്യൂ നോട്ടിലാണെങ്കിൽ എഫ് ഓഫ് ആൽഫ 0 ആയിരിക്കും. സോ ഇഫ് ആൽഫ ഇസ് ഇൻ ഡബ്ല്യൂ, ബൈ ദിസ് ഡെഫിനിഷൻ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തതിനെ കൊണ്ട് ആൽഫ ഡബ്ല്യൂ ആണെങ്കിൽ the alpha is in W means W subset of V. So obviously alpha is in this case also. So we can say that any alpha in V for which f of alpha equal to 0 for all f in W naught ആണെങ്കിൽ ആ ആൽഫ എവിടെ ഉണ്ട്, W naught naught ഉണ്ടെന്ന് പറയാം. So indirectly what we have shown is if alpha is in W, then we have shown that alpha belongs to W naught naught. That means that W is actually a subset of W naught naught. And since dimension of W and W naught naught are same, we can say that both are equal. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഒരു ആംബിഗ്യൂറ്റി ഉണ്ട്.
ആംബിഗ്വിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ആൽഫ ഡബ്ല്യൂലുണ്ട്, ഇതിന്റെ ആൽഫ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അപ്പോൾ കാണിച്ചത്. പക്ഷേ ഈ സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ആക്ച്വലി എ സ്പേസ് ഓഫ് ലീനിയർ ഫംഗ്ഷൻസ്, കുറച്ച് എല്ലാ ആൽഫകളുടെ കളക്ഷൻ ആണ്. ഓക്കെ, പക്ഷേ ഈ എല്ലാ ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുണീക്ക് ഒരു ഇമേജ് ആണ്, പ്രീ ഇമേജ് ആണ് ആൽഫ. അപ്പൊ ആ യുണീക്നെസ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ എല്ലാ ആൽഫേനെ ആൽഫയൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് മാത്രം. അതുകൊണ്ട് മാത്രം നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നു എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇത് ശരിക്കും ഒരു തെറ്റായ ആർഗ്യുമെന്റ് ആണ്, കാരണം രണ്ട് സ്പേസ് ആണ്. ഓക്കെ, സോ ഐ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഈ തിയറത്തിൽ നമുക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എസ് ഇസ് സബ്സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി, യെസ്, sound. Yeah. So what we have to show is that the subspace spanned by S is actually equal to S naught whole naught. Okay, S naught's whole naught. Okay. So 1 minute. Yeah. So we have to show that span of S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ് നോട്ട് ഹോൾ നോട്ട് ആണെന്നാണ്. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എസ് നോട്ട് ഹോൾ നോട്ട് ആണ്. നമ്മൾ ആദ്യം ഇവിടെ എന്താ കാണിച്ചതെന്ന് വെച്ചാൽ, സ്പാൻ ഓഫ് എസ് ഇസ് ആക്ച്വലി ഫസ്റ്റ് വാട്ട് വി ഹാവ് ഷോൺ ഇസ് ദാറ്റ് വി ഹാവ് ടേക്കൺ എ സെറ്റ് എസ്, ഒരു സെറ്റ് എസ് എടുത്തു നമ്മൾ, എന്നിട്ട് നമ്മൾ അതിന്റെ എസ് നോട്ട് കണ്ടുപിടിച്ചു. ആൻഡ് സ്പാൻ ഓഫ് എസ് നമ്മൾ ഡബ്ല്യൂ എടുത്തു, എന്നിട്ട് നമ്മൾ ആ ഡബ്ല്യൂ നോട്ട് എസ് നോട്ട് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഡബ്ല്യൂ നോട്ട് എസ് നോട്ട് ആണെന്ന് പ്രൂവ് ചെയ്തു. അതൊന്നുകൂടി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അത് നമ്മൾ കാണിച്ചതിന് ശേഷം ഡബ്ല്യൂ നോട്ട് എസ് നോട്ട് ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് കാണിക്കേണ്ടത് എസ് നോട്ട് ആണെങ്കിൽ എസ് നോട്ട് ഹോൾ നോട്ട്, അതായത് എസ് നോട്ട് ഹോൾ നോട്ട് എടുത്താൽ ഡബ്ല്യൂ നോട്ട് ഹോൾ നോട്ട് എടുക്കണം. ഓക്കെ, സോ എസ് നോട്ട് നോട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഡബ്ല്യൂ നോട്ട് നോട്ട് ആയി, സ്പാൻ ഓഫ് എസ് പറഞ്ഞാൽ ഡബ്ല്യൂ ആയി. അപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്ന് കാണിക്കണം. അപ്പോൾ അത് രണ്ടും സെയിം ആണെന്ന് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ, നമ്മൾ ആദ്യം രണ്ടിന് ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിച്ചു, രണ്ട് സ്പേസുകളുടെ ഡയമെൻഷൻ സെയിം ആണെന്ന് കാണിച്ചു. അതിന് നമ്മൾ തിയറം ഉപയോഗിച്ചു, തിയറം 16 ഉപയോഗിച്ചു. അത് ഉപയോഗിച്ച് നമുക്ക് കിട്ടി രണ്ടിന് ഡയമെൻഷൻ സെയിം ആണെന്ന് കിട്ടി. ഇനി നമുക്ക് കാണിക്കുന്ന എത്രയേ ഉള്ളൂ, ഈ ഒന്നിന്റെ സബ്സ്പേസ് ആണെന്ന് കാണിക്കണം. അപ്പോൾ ഒന്നിന്റെ സബ്സ്പേസ് ആ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു ആൽഫ നമ്മൾ ഡബ്ല്യൂന്ന് എടുത്തു, എന്നിട്ട് ആ ആൽഫ എവിടെ ഉണ്ടെന്ന് കാണിച്ചു, ആ ആൽഫ ഡബ്ല്യൂ നോട്ട് നോട്ടിൽ ഉണ്ടെന്ന് കാണിച്ചു. അതാണ് നമ്മൾ മൂന്നാമത് ചെയ്ത കാര്യം. ആ മൂന്നാമത് ചെയ്ത കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്തത്, അതായത് ആദ്യം നമ്മൾ ഡബ്ല്യൂ നോട്ട് എടുത്തു, സെറ്റ് ഓഫ് ഓൾ എഫ് ഇൻ വി സ്റ്റാർ സച്ച് ദാറ്റ് എഫ് ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ ആൽഫ ഇൻ ഡബ്ല്യൂ, അങ്ങനെ എടുത്തു. ദെൻ ഡബ്ല്യൂ നോട്ട് നോട്ട് ഇസ് സെറ്റ് ഓഫ് ഓൾ എൽ ബിലോങ്സ് ടു വി സ്റ്റാർ സ്റ്റാർ സച്ച് ദാറ്റ് there is some sound coming. Somebody is raising hand. Sneha. Yes. അതാണ് സൗണ്ട് വരുന്നത്. സ്നേഹ ഉണ്ടോ ഓൺലൈനിൽ? ആ ഉണ്ട്. അത് കൈ അറിയാതെ അതാണ് സൗണ്ട്. അറിയില്ല സൗണ്ട് എന്താണ്. നിങ്ങൾക്ക് കേൾക്കണ്ടോ സൗണ്ട്? ഒരു കണ്ടിന്യൂസ് സൗണ്ട് ഞങ്ങൾക്ക് കേട്ടിരുന്നു. എന്താ മനസ്സിലാണ് ഞാൻ അറിയില്ല എന്താ സൗണ്ട്, അറിയില്ല. അറിയില്ല എന്താ സൗണ്ട്. ഓക്കെ ഓക്കെ. Anyway, so W naught is set of all f belongs to V star such that f of alpha is 0 for all alpha in W. W naught naught പറഞ്ഞാൽ എൽ എഫ് എഫ് 0 ആവുന്ന എല്ലാ എല്ലുകളുടെയും കളക്ഷൻ വി സ്റ്റാർ സ്റ്റാറിലെ വേറെ എഫ് ബിലോങ്സ് ടു W naught. ഇനി ഇവിടുന്ന് മുതലാണ് ചെറിയൊരു ഇത് തുടങ്ങുന്നത്. അതായത് നമ്മൾ ഈ എല്ലിനെ നമ്മൾ എല്ലാ ആൽഫയായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. കാരണം നമുക്കറിയാം വിയും വി സ്റ്റാർ സ്റ്റാറും ഇക്വലന്റ് ഐസോമോർഫിക് ആയതിനെ കൊണ്ട് ഏതൊരു എല്ലാം എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ആൽഫ കിട്ടും വിയിൽ. അതുപോലെ അത് ആ മാപ്പിംഗ് ഓൺ വൺ അതിനെ കൊണ്ട് ആ ആൽഫന്റെ കറസ്പോണ്ടിങ് ലീനിയർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ ആയിരിക്കണം. അപ്പം ഈ എൽ എന്ന് പറഞ്ഞാൽ എൽ ആൽഫ തന്നെ ആയിരിക്കണം. അപ്പോൾ എൽ ആൽഫ ബിലോങ്സ് ടു ബി സ്റ്റാർ സ്റ്റാർ സച്ച് ദാറ്റ് 0 is equal to എൽ എന്ന് പറയുമ്പോൾ നമ്മൾ എൽ ആൽഫ കൊടുക്കുന്നു. ആൻഡ് ഓൾസോ ബൈ ഡെഫിനിഷൻ ഓഫ് ലീനിയർ ഫംഗ്ഷണൽ ഫ്രം ബി സ്റ്റാർ സ്റ്റാർ വി നോ എൽ ആൽഫ എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ആൽഫ ആയിരിക്കും ഫോർ ഓൾ എഫ് ബിലോങ്സ് ടു ഡബ്ല്യൂ നോട്ട്. ഇനി നമ്മൾ ഐസോമോർഫിസം ഉപയോഗിച്ചിട്ടാണ് ഇവിടുന്ന് ഈ സ്റ്റെപ്പിലേക്ക് വരുന്നത്. ഐസോമോർഫിസം ഉപയോഗിച്ചിട്ട് വി ഐഡന്റിഫൈങ് എൽ ആൽഫ വിത്ത് ആൽഫ ഇൻ വി. അപ്പം സെറ്റ് ഓഫ് ഓൾ ഈ സെറ്റിന് പകരം സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി സച്ച് ദാറ്റ് 0 is equal to എഫ് ഓഫ് ആൽഫ ഫോർ ഓൾ എഫ് ബിലോങ്സ് ടു ഡബ്ല്യൂ നോട്ട് ആണ് ഡബ്ല്യൂ നോട്ട് നോട്ട്. അപ്പോൾ ഓൾറെഡി ആൽഫ ഡബ്ല്യൂയിലുണ്ട്. അപ്പം ആൽഫ ഡബ്ല്യൂ ഉണ്ടെങ്കിൽ നമുക്കറിയാം
for all f in w naught, f of alpha is equal to 0. So we are taking an alpha in w. Then we know that for every f in w naught, f alpha will be 0. So the meaning and the meaning alpha is also in w naught naught. Alpha in w naught naught define. So if alpha belongs to w, implies alpha belongs to w naught naught. That means that we have shown that w is subset of w naught naught. So indirectly we get that the spaces have same dimension and one is subset of another. So w has to be equal to w naught naught. So that is how we prove this result. Okay. So ഇതിലുള്ള ഈ സെക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും പറഞ്ഞ റിസൾട്ടാണ്. അത് നമ്മളെ ആവശ്യം അതായിരുന്നു. ആ ഡുവൽ ബേസിസിന്റെ കൺസ്ട്രക്ഷൻ, ഒരു യുണീക്ക് കൺസ്ട്രക്ഷൻ കാണിക്കാനുള്ള റിസൾട്ട്, ആ കൊറോളറി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത കൊറോളറി ആണ് അതിന്റെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഓക്കെ. So in this section there are few more results regarding hyperspaces. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പല്ല, അടുത്ത ക്ലാസ്സിൽ. And then we have transpose of linear transformations. ഈ സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇത് സ്റ്റാർട്ട് ചെയ്യും. I'll be starting your seminar. Okay. So when I do the classes in that other section, chapter 6, simultaneously you have to take the class in that one. So ആദ്യമുള്ള അണ്ടുമേലൊക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാണ്ട് ചോദിക്കാം. Otherwise we'll stop for today. Sir. Yes, പറയൂ. Sir, transpose of linear transformation ഉള്ള സെക്ഷൻ കൂടി കഴിഞ്ഞിട്ടാണോ സെമിനാർ തുടങ്ങുന്നത്? അല്ലെങ്കിൽ ഈ സെക്ഷൻ അതെ, അത് കഴിഞ്ഞിട്ട് ട്രാൻസ്പോസ് ഓഫ് linear